ഹായ്, ഞാനിപ്പോൾ ഉള്ളത് വേമ്പനാട്ട് കായലിലാണ്. നിങ്ങൾ നോക്കുമ്പോൾ തോന്നും ഞാനൊരു ബെഡ്റൂമിലാണെന്ന്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വേമ്പനാട്ട് കായലിനുള്ളിലുള്ള ഒരു സൂപ്പർ ലക്ഷോറിയസ് ഒരു ബോട്ടിലാണുള്ളത്. സാധാരണ ഹൗസ് ബോട്ടല്ല, അതിനേക്കാളൊക്കെ ഒത്തിരി ലക്ഷറി ഉള്ളത്. നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റും. വേമ്പനാട്ട് കായലാണ് എൻ്റെ റൂമിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത്. വേറൊന്നിനും വേണ്ടല്ലോ, ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ EVM ഗ്രൂപ്പിൻ്റെ MD, അത് 3 തലമുറകൾ കൈമാറി വന്ന ബിസിനസ്സാണ്. അതിനെ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി മാറ്റിയ ശ്രീ സാബു ജോണി, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് 52ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. സാധാരണ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ റിസോർട്ടിൽ വന്നിട്ട് കേക്ക് മുറിച്ച് അടിച്ചു പൊളിക്കുന്ന മാത്രമല്ല, 52ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അദ്ദേഹം നടത്തിയത് 52 കിലോമീറ്റർ ഓടി അതിനുശേഷമാണ് സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ ഞാനും അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ദൂരം ഓടാനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം താമസിക്കുന്ന തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരഡൈസ് എന്ന് പറയുന്ന ഫ്ലാറ്റ്, അവിടെ ആണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസോർട്ടായ ലേ ലീല റിസോർട്ട്, അത് മുഹമ്മയിലാണുള്ളത്. അപ്പോൾ ആ ലേ ലീല റിസോർട്ടിൽ ഓടിയെത്തി 52 കിലോമീറ്റർ ഓടിയെത്തി. ആ റിസോർട്ടിന് സമീപം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷൂറിയസ് ബോട്ടുണ്ട്, ബെഡ്റൂമും എല്ലാ സെറ്റപ്പും ഉള്ള ഒരു ബോട്ടാണ്. ആ ബോട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം. ആ ബോട്ടിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത്. അപ്പം വെറുതെ അല്ല ആഘോഷിച്ചെന്ന് ഞാൻ പറഞ്ഞു. 52 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾ കുറേ ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം സപ്പോർട്ടിനായി ഓടിക്കൂടെ എത്തിയിരുന്നു. പിന്നെ മറ്റു സുഹൃത്തുക്കളും ഒക്കെ എത്തി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓട്ടത്തിൻ്റെ വിശേഷങ്ങളുണ്ട്, ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളുണ്ട്, അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ സൂപ്പർ ലക്ഷറീസ് ബോട്ടിൻ്റെ വിശേഷങ്ങളുണ്ട്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് മുമ്പ് തന്നെ സാബു ചേട്ടൻ താമസിക്കുന്ന തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരഡൈസിൻ്റെ മുന്നിൽ ചെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഓടാനുള്ള ആൾക്കാർ ഒരു 12 മുതൽ 14 പേരുടെ വരെ ഗ്യാങ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ആൾക്കാരും വന്നു. സമയത്ത് തന്നെ എല്ലാവരും എത്തി. ഇനി സാബു ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ സാബു ചേട്ടൻ്റെ കാറ് പുറത്തേക്ക് വരുന്നു. സെക്യൂരിറ്റി ഗേറ്റ് ഒക്കെ തുറന്നു കൊടുത്തപ്പോൾ സാബു ചേട്ടൻ പതിയെ കാറിൽ ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഈ കാറിലാണ് നമ്മുടെ ലഗേജ് എല്ലാം കൂടെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ സാബു ചേട്ടൻ വന്ന് ഇറങ്ങുന്നു. രാവിലെ തന്നെ സാബു ചേട്ടനൊരു ബർത്ത്ഡേ വിഷൊക്കെ കൊടുത്തു. ഓൾറെഡി ബർത്ത്ഡേ 7th എല്ലാവരുടെയും സൗകര്യം പ്രമാണിച്ച് ഓട്ടം സെക്കൻഡ് സാറ്റർഡേ ആയ 10th വെക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഞാൻ സാബു ചേട്ടനെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. സാബു ചേട്ടൻ വണ്ടിയുടെ ഡിക്കിയൊക്കെ തുറന്നു. നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വെച്ച് അങ്ങനെ വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചാവി അവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് പോകും. ഒരു 5:30-6 മണിയാകുമ്പോൾ സാബു ചേട്ടൻ്റെ പേഴ്സണൽ സ്റ്റാഫുണ്ട്, അരുൺ ബ്രോ വന്ന് വണ്ടിയായിട്ട് നമ്മളെ ഫോളോ ചെയ്യും. കണ്ടോ, ഇത്രയും ആൾക്കാരാണ് ഈ ഓട്ടത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം ഞാനുൾപ്പെടെ 14 പേരുണ്ട്. ഇനി പോളേട്ടൻ ആണ് ഗ്യാങ് ലീഡർ. പോളേട്ടൻ കാര്യങ്ങൾ സംസാരിക്കും. 52 കിലോമീറ്റർ ഓടി, കഴിഞ്ഞ പ്രാവശ്യം 51 ഓടി, അതിന് മുമ്പ് 50 മൈൽ ഓടി, അതിന് മുമ്പ് 49 ഓടി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ചോട്ടുബായി ഉണ്ട്. ചോട്ടുബായി വണ്ടിയുടെ ചാവിയൊക്കെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് പതിയെ ഓട്ടം തുടങ്ങി. അങ്ങനെ സാബു ചേട്ടൻ അവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞ് തൃപ്പൂണിത്തറയിലുള്ള ആ പാലമൊക്കെ കയറി ഞങ്ങൾ തൃപ്പൂണിത്തറ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഉഷാറാണ്. ഞാൻ ഓട്ടത്തിൻ്റെ കൂടെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാനൊരു 10 കിലോമീറ്റർ ഓടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എപ്പോഴാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വണ്ടിയായിട്ട് നമ്മുടെ അരുൺ ബ്രോ വരുന്നത്, അത് കഴിയുമ്പോൾ തൊട്ട് ഞാൻ വണ്ടിയെ കയറും വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ മെട്രോ പില്ലറിൻ്റെയൊക്കെ അടിയിൽ കൂടെ എല്ലാവരും അടിച്ച് പൊളിച്ച് നാടും നഗരവും ഒന്നും ഉണർന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ പരിപാടി തുടങ്ങി. നമുക്കൊരു ഉച്ചയോടുകൂടി സാബു ചേട്ടന് തന്നെ ലേ ലീല റിസോർട്ടുണ്ട് മുഹമ്മയിൽ, അവിടെ എത്തിച്ചേരണം. അവിടെ എത്തുമ്പം കിലോമീറ്റർ തികഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൗണ്ട് ചെയ്ത് 52 കിലോമീറ്റർ തികയ്ക്കാനായിട്ടുള്ള പ്ലാനിലാണ്. അങ്ങനെ വളരെ എനർജിയോടുകൂടി എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള വണ്ടിയോട്ടങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാലും കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ ഇവരുടെയൊക്കെ ദേഹത്ത് നല്ല രീതിയിൽ റിഫ്ലക്ടർ പോലെ തിളങ്ങുന്നത്. ആ റിഫ്ലക്ടറിൻ്റെ മെറ്റീരിയൽ അതിൽ തന്നെ ഓൾറെഡി ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സേവറിയായിട്ടാണെങ്കിൽ തലയിലൊരു ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. സൈഡ് ചേർന്ന് മാത്രം ഓടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് 2-3 ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിയും. കാര്യം ഒരു 8 മണി 9 മണിയോടുകൂടി റോഡിലെല്ലാം നല്ല ട്രാഫിക് ആകുന്നതുകൊണ്ട് ഇങ്ങനെ കൂട്ടമായിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല. നമ്മുടെ രാജീവ് ചേട്ടൻ വളരെ ആവേശത്തോട് കൈയൊക്കെ പൊക്കി കാണിച്ച് ഓടുന്നുണ്ട്. രാജീവ് ചേട്ടൻ ഒരു 10 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കുറച്ച് ദൂരോടെ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ഓട്ടം വളരെ ശക്തമായിട്ട് പുരോഗമിച്ചു. തൃപ്പൂണിത്തറ നഗരവും പിന്നിട്ട് നമ്മൾ തൃപ്പൂണിത്തറയിൽ നിന്ന് പൂത്തോട്ടയിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ട്, വണ്ടിയൊന്നും വരാത്ത ഒരു റോഡിലേക്ക് അങ്ങനെ നമ്മൾ കയറി. അതാകുമ്പോൾ വളരെ സേഫാണ്. കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി പോലും അതിൽ വരുന്നില്ല. ഈ സമയത്തും റിഫ്ലക്ഷൻ കണ്ടോ, ഡ്രസ്സിലെ റിഫ്ലക്ഷൻ കണ്ടോ. ഇത് BMW-ൻ്റെ ഒരു മെറ്റീരിയലാണ്. സാബു ചേട്ടൻ്റെ 50ാമത്തെ ജന്മദിനത്തിന് നമ്മൾ 50 മൈലാണ്, 85 കിലോമീറ്റർ ദൂരമാണ് ഓടിയത്. അന്ന് ഞാൻ
50 കിലോമീറ്റർ ഓടിയിരുന്നു. അന്നുണ്ടാക്കിയ ആ മെറ്റീരിയലിൽ ഉണ്ടാക്കിയിട്ടുള്ള അതേ സെയിം ഡ്രസ്സാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ഒരേ യൂണിഫോമിലാണ്. EVMൻ്റെ പേരൊക്കെ പതിപ്പിച്ച സാബൂസ് 50th ബർത്ത്ഡേ റൺ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ടാണത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അങ്ങനെ സാബു ചേട്ടൻ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കമ്പനി അടിച്ച് വളരെ ജോളിയായിട്ട് പോകുന്നുണ്ട്. ദൂരം കൂടുന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇത് ബർത്ത്ഡേ ബോയ് ഭയങ്കര ആവേശത്തോട് കൈയൊക്കെ പൊക്കി കാണിച്ച് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ വെട്ടമൊക്കെ വീണ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആ പൂത്തോട്ടം എത്തിയിട്ടില്ല ഇതുവരെ. പൂത്തോട്ടം റോഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആൾക്കാരൊന്നും അധികം ഉണർന്നിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. നമ്മുടെ റിഫ്ലക്ടർ ഭയങ്കര ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ പൈപ്പിലൊക്കെ കയറി പബ്ലിക് പൈപ്പിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി ഉഷാറായി ഓട്ടം തുടരുവാണ്. 10 കിലോമീറ്ററൊക്കെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം 15 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയായിട്ട് അരുൺ ബ്രോ വരും. ആ വണ്ടിയിൽ ഞാനും കയറി. ഞാനങ്ങനെ 15 കിലോമീറ്റർ റണ്ണ് പൂർത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ വണ്ടിയിലേക്ക് കയറി ഇവരെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനുമായിട്ട് ഉള്ള ശ്രമത്തിലാണ്. അങ്ങനെ നമ്മുടെ ഓട്ടം ലൈറ്റ് വന്നപ്പോൾ നല്ല അടിപൊളിയായ നല്ല ആംബിയൻസ് ആണ്. നല്ല കാണാനൊക്കെ നല്ല രസമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഓട്ടം പോകുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ളൊരു ഉഷാറുണ്ട്. അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് ധാരാളം. അങ്ങനെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ഒക്കെ കേട്ട് സുപ്രഭാതം പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഉഷാറായിട്ട് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ലോങ് റണ്ണുകൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് വണ്ടി വേണം. നമ്മുടെ അരുൺ ബ്രോ കൃത്യസമയത്ത് തന്നെ എത്തി. വളരെ ഹാപ്പി ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. എല്ലാ ഇങ്ങനെയുള്ള ഓട്ടങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അരുൺ ബ്രോ എത്താറുണ്ട്. വെറും വെള്ളം മാത്രമല്ല, അതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ ഉണ്ട്. പേരയ്ക്കയുണ്ട്, അതുപോലെ തന്നെ മാങ്ങയുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പോയിന്റുകൾ ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വണ്ടി ഉണ്ടാവും. അപ്പം ഞാനും പതിയെ വണ്ടിയിലോട്ട് കയറി വണ്ടിയിലിരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഇവരെക്കാൾ മുമ്പ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. എന്നിട്ട് ഇവർ വരുന്നതിന് മുമ്പ് കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ട് ഇവർ ഫിനിഷ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കും. അങ്ങനെ ഓട്ടം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പല പ്രധാനപ്പെട്ട വലിയ ഓട്ടക്കാരും മാരത്തോൺ ഓട്ടക്കാരും ഒക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. വഴിയെ ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ പൂത്തോട്ടയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. വളരെ വെളുപ്പിനെ നേരം വെളുക്കുന്ന സമയത്ത് തന്നെ ആ പാലത്തേക്കൂടെ ഒഴുമ്പോൾ ഒരു ഭയങ്കര വൈബാണ്. ചെറിയ മഞ്ഞുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചെറിയ മഴക്കാർ ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട്. ചെറിയൊരു ചാറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നല്ല ചെറിയ തണുത്ത കാലാവസ്ഥയാണ്. പക്ഷേ ഈ മഴ നമുക്ക് കണ്ടിന്യൂസ് പെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു 9 മണി കഴിയുമ്പം 10 മണിയൊക്കെ ആയി കഴിയുമ്പോൾ വെയിൽ അതിശക്തമാകും. ചൂട് കൂടാനായിട്ട് കാരണമാകും ഈ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തിട്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ പാർവതിയൊക്കെ ഇത് ശക്തമായിട്ട് ഓടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാർവതി ഒരു അൾട്രാ മാരത്തോൺ ഓട്ടക്കാരിയാണ്. അതിൻ്റെ മുന്നേ പോകുന്ന നമ്മുടെ ജഗ്ഗുബായി ആണ്. ജഗ്ഗുബായി ഒരു മാരത്തോൺ ഓട്ടക്കാരനാണ്. ഏറ്റവും പുറകെ വരുന്നത് നമ്മുടെ ചോട്ടുബായിയാണ്. ചോട്ടുബായി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അതിൻ്റെയും പുറകെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. അങ്ങനെ ഞാനും കാറിലോട്ട് കയറി. കാർ എടുത്ത പോയിന്റിലെത്തി. നമ്മുടെ അരുൺ ബ്രോ ആണ് നമ്മളെ ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അരുൺ ബ്രോയോട് കുറച്ചൊന്ന് സംസാരിക്കാം. സാവുചേട്ടൻ്റെ 52ാമത്തെ ബർത്ത്ഡേ, 49ാമത്തെ ബർത്ത്ഡേ തൊട്ട് ഇങ്ങനെ ഓരോ പ്രായത്തിനൊത്ത കിലോമീറ്റർ ഓടുന്നുണ്ടല്ലേ? ഉണ്ട്. 50ാമത്തെ ബർത്ത്ഡേക്ക് 50 മൈലാണ് ഓടി, 85 കിലോമീറ്റർ. അപ്പോൾ സാവുചേട്ടനെ കുറിച്ച് സാവുചേട്ടൻ്റെ ബർത്ത്ഡേയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ചെറിയൊരു ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത് ഒരുപാടുണ്ട്. ആളൊരു പുലിയാണ്. പിന്നെ നമ്മുടെ വന്നൊരു എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും വർഷം കണ്ട ഒരാളൊരു പുലിയാണ്. അത് കുറെ ടൈം എടുക്കും. നമുക്കതൊരു വേറെ ദിവസം ഇരുന്ന് ഡീറ്റെയിലായിട്ട് സംസാരിക്കും. ആണല്ലേ? ഇപ്പൊ കാണാൻ പറ്റും. അത് ഈ ഓട്ടം എന്ന് പറയുമ്പോ ഒരു ഇച്ഛാശക്തി വേണം നമുക്കൊരു, ഇല്ലേ? നിങ്ങൾ ഓടുന്നല്ലേ? ഞാനും ഓടാണ്. പക്ഷെ എന്നെ കൊണ്ട് ചിലപ്പോ ഇത്രയൊന്നും ഓടാൻ പറ്റില്ല. അല്ല, ഈ സാവുചേട്ടൻ എന്ന് പറയുമ്പോ ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും കൂടാണ്. അതെ. ഓട്ടവും കൊണ്ടുപോകുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നമ്മളൊരു ചെറിയ ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യണുള്ളൂ. രാവിലെ എണീക്കുക, ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ പോവുക. ഇതങ്ങനെ ഒരുപാട് ലോഡാണ്. ഒരുപാട് ജോലി. അതിനിടയ്ക്കും ചിലപ്പോൾ ഒരുപാട് ഓടിയിടന്ന് കൈകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യേണ്ടി വരികയായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ടൊക്കെ ഫോൺ എടുക്കുകയും സംസാരിക്കുകയും. ഇപ്പോൾ വിളിക്കുന്ന ആളുടെ കാര്യങ്ങൾ ഒരു കമ്പനിയുടെ പ്രശ്നങ്ങളായിരിക്കും. അടുത്ത വിളിക്കുന്ന കോള് ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലക്കച്ചവടം സ്ഥലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കണം. അതൊക്കെ ഓർത്ത് വെക്കണം. അത് നമ്മളെ കൊണ്ട് നടക്കില്ല. ഭയങ്കര ഹാരിബ്രോ വന്ന് ഫ്രണ്ടില്. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഹാരി ബ്രോ ആണ് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. ഏകദേശം 21 കിലോമീറ്റർ ദൂരത്തോളം ആയി നമ്മുടെ ഓട്ടം. ഹാരി ബ്രോ നമ്മുടെ സ്വന്തം അല്ലേ? ഹാരി ബ്രോ റോക്കറ്റ് വിട്ടാണ് ഫ്രണ്ട്. സാവുചേട്ടൻ്റെ ഓട്ടത്തിന് എപ്പോൾ പോയാലും നമ്മുടെ അരുൺ ബ്രോ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? കറക്റ്റാ. പുള്ളിക്കാരൻ ഒരു ഓട്ടക്കാരന്റെ മാനസികാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാവും. അതെ എല്ലാം എപ്പോഴും നിന്നേനെ പകുതിക്ക് നിന്നേ.
അതിനുശേഷം നമ്മുടെ ദിലീപ് ബ്രോയും പോളേട്ടനും പാർവതിയും കൂടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ വന്ന് നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തനും പേരയ്ക്കായും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും ഉപ്പിൻ്റെ ഗുളികയൊക്കെ ഉണ്ട്, സോൾട്ട് ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകും. നമ്മുടെ ചോട്ടുബായി വരുന്നു, നമ്മുടെ ബർത്ത്ഡേ ബോയ് സാബു ചേട്ടൻ്റെ കൂടെ നമ്മുടെ സേവ്യർ ചേട്ടൻ, എല്ലാവരും കൂടെ അങ്ങനെ ഗ്രൂപ്പ് എല്ലാം ഇവിടെ എത്തി. അങ്ങനെ 21 കിലോമീറ്റർ ദൂരം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു, രാജീവേട്ടൻ 10 ഓടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് വെച്ചിട്ട് 21 ഓടി നിർത്തുവാണ്. 10 ഓടാൻ പ്ലാൻ ചെയ്ത ആളെ എല്ലാവരുടെ എനർജി കേട്ടി 21 കിലോമീറ്റർ ദൂരം ഓടിച്ചു. സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ച് എല്ലാവരും പതിയെ പിന്നെ ഓട്ടം കണ്ടിന്യൂ ചെയ്തു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വൈക്കമാണ്. വൈക്കത്ത് നമ്മുടെ സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ എല്ലാവരും വരണം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തി. ഈ സ്റ്റാച്ചു നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെയാണ്. ആരുടെയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അങ്ങനെ നമ്മുടെ ഓട്ടക്കാരെല്ലാം സാവുചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തി. അവിടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. ഫോട്ടോ സെഷന് ശേഷം വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിലേക്ക് നീങ്ങും. ഇവിടെ നിന്ന് ചെറിയൊരു ദൂരോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വൈക്കം അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കടയുണ്ട്. അവിടോട്ട് പോകാനാണ് എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാനും കാറിൽ കയറി, രാജീവേട്ടനും ഞാനും കയറി. ഞങ്ങൾ 3 പേര് അരുൺ ബ്രോയുമായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് പോയി വെയിറ്റ് ചെയ്തു. ഹോട്ടൽ മഹാദേവയാണ്. ഇവിടുത്തെ ദോശ, വട ഇതൊക്കെ ഭയങ്കര സൂപ്പറാണ്. വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല തിരക്കുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ എല്ലാവരും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. ഇതിലും മത്സരമാണോ? നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങൾ കാര്യമായപ്പോഴാണല്ലോ ബ്രോ ഞാൻ വന്നേ. പോളേട്ടനൊന്നും കഴിക്കാതിരിക്കുവാണോ? എല്ലാം കാലിയാക്കി. അതെ, ലൈറ്റ് ഫുഡ്. സന്തോഷേട്ടൻ അങ്ങനൊന്നും ഇല്ല. ലൈറ്റ് ഇട്ടിട്ടാണോ? ഫേമസ്. അടിപൊളിയാണോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് നീങ്ങി. അവിടെ നമ്മുടെ ഹാരി ബ്രോ ആദ്യം ഓടിയെത്തി. ഹാരി ബ്രോയോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം, കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 61 വയസ്സായി. ചെറുപ്പോ? 16ന്റെ ചെറുപ്പോ. പക്ഷേ 61 തിരിച്ചിടണം. ഹാരിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടപ്പോ ഹാരിച്ചേട്ടൻ ഞാൻ ഹാരിന്ന് വിളിച്ചു. എന്താ ഹാരി? ഇപ്പൊ അത് ഞാൻ വിചാരിച്ചത് എന്റെയൊക്കെ പ്രായമുള്ള ഒരാള്. നിങ്ങൾക്ക് എത്രയാ? എനിക്ക് 47. അപ്പോൾ അപ്പോൾ എനിക്ക് പുള്ളിനെ കാണുമ്പോൾ എനിക്ക് 45 വയസ്സാണ്. അപ്പോൾ ഞാൻ പുള്ളിനെ എൻ്റെ സമപ്രായക്കാരാന്ന് വിചാരിച്ച് ഹാരിന്ന് വിളിച്ചു. പിന്നീടാണ് ആരോ തേർഡ് പാർട്ടി എന്നോട് പറഞ്ഞു പുള്ളിക്ക് 60 വയസ്സുണ്ട്. അപ്പൊ തന്നെ പ്ലേറ്റ് മാറ്റി. ഹാരി ചേട്ടനായി. ഞാനാ ഹാരി ബ്രോ എന്നുള്ള പേരിട്ട് ഞാനാ. അത് ആർക്കും വിളിക്കാമല്ലോ. നല്ല ലൈനായിട്ട് വരുന്നു. അതും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ സപ്പോർട്ടിംഗ് പോയിന്റാണ്. നമ്മൾ കാറ് നിർത്തിയിട്ടിരുന്ന ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തോളം മാറിയാണ്. അവിടെ എല്ലാ ആൾക്കാരും വന്നു. സാബുചേട്ടനും വരുന്നുണ്ട്. ലാസ്റ്റ് സാബുചേട്ടൻ്റെ കൂടെ നമ്മുടെ ജേക്കബ് ബ്രോയും ഉണ്ട്. അവർ രണ്ടുപേരോട് ഓടിയെത്തി. നമ്മുടെ സപ്പോർട്ടിംഗ് ടീം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർക്ക് വെള്ളവും എനർജി ഡ്രിങ്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി. നല്ല ചൂടായി. ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് മഴ മാറിയപ്പോൾ ചൂടായി. അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും ഓട്ടം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ബർത്ത്ഡേ റൺ? എങ്ങനെയുണ്ട്? വളരെ നന്നായി എൻജോയ് ചെയ്യുന്നു. എത്ര കിലോമീറ്ററായി? 32 ആയിരുന്നാ. ഇനി 20 കിലോമീറ്റർ അല്ലേ? നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രാജീവേട്ടനാണ്. രാജീവേട്ടൻ നേവിയിൽ നിന്ന് റിട്ടയർഡ് ആണ്. രാജീവേട്ടൻ നമ്മുടെ രാജ്യസേവനത്തിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോയൽ റണ്ണേഴ്സ് തൃപ്പൂണിത്തറയുടെ ആരാണ്? കോച്ചാണ് അല്ലേ? അപ്പോൾ ചേട്ടാ, ഈ സാബു ചേട്ടൻ അറിയാമല്ലോ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അല്ല 4 വർഷമായിട്ടാണ് തോന്നുന്നു പുള്ളിയുടെ ബർത്ത്ഡേക്ക് എല്ലാം അത്രയും കിലോമീറ്റർ ഓടുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ അതിൻ്റെ എല്ലാം ഓർഗനൈസറുമാണ്. ഇന്ന് 21 ഓടുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഓട്ടത്തെക്കുറിച്ചും സാബു ചേട്ടനെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? സാബു ചേട്ടനെ പോലെയുള്ള ബിസിനസ് ടൈക്കോണായിട്ടുള്ള ആൾക്കാർ ഓടുമ്പോൾ അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ പ്രചോദനമാണ്. പല കാര്യത്തിനും സാബു സാറ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ റോയൽ റണ്ണേഴ്സിൻ്റെ പല ഓട്ടത്തിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങൾക്കും സാബു ചേട്ടൻ എപ്പോഴും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഓടുന്നത് 53 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് ഒരു 12:30 മണിയോടുകൂടി മുഹമ്മേൽ അദ്ദേഹത്തിൻ്റെ തന്നെ റിസോർട്ട് ലീല അവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ച് അവിടെ ഒരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. പ്രത്യേകിച്ച് ഈ ഓട്ടക്കാരുടെ കൂടെ കൂടുന്നത്. ചേട്ടൻ രാവിലെ ഓടുകയും ചെയ്തല്ലേ? ഞാൻ രാവിലെ ഒരു 21 കിലോമീറ്റർ പ്ലാൻ ഇല്ലായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. പക്ഷേ ഈ ഒരു വൈബ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടാന്ന് വിചാരിച്ച് തുടങ്ങി. പിന്നീട് അത് തുടങ്ങി 15 ആയി. പിന്നെ ഒരു മഴ കിട്ടി. അങ്ങനെ 23 കിലോമീറ്റർ.
ഇതിനുശേഷം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബണ്ട് റോഡാണ്. നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയിന്റ്, അടുത്ത സപ്പോർട്ടിംഗ് പോയിന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓട്ടക്കാരെല്ലാം പതിയെ ആ പോയിന്റും കഴിഞ്ഞ് നമ്മൾ അതിനുശേഷം തണ്ണീർമുക്കം ബണ്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി വളരെ സുന്ദരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആൾക്കാരൊക്കെ വരുന്നത്. ഇതാണ് പോളേട്ടൻ. കേരളത്തിലെ മാരത്തോൺ ഓട്ടക്കാരുടെ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന മാരത്തോൺ ഇതിഹാസമാണ്. 100-ന് പുറത്ത് മാരത്തോണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 220 കിലോമീറ്റർ വരെ ഓട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ്. പറയാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പാർവതി ഒരു അൾട്രാ റണ്ണറാണ്. ചോട്ടുഭായ് പുതുതായിട്ട് ഓട്ടത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്ന് 50 കിലോമീറ്റർ ആദ്യമായിട്ട് ഓടുകയാണ്. ഇത് ദിലീപ് ബ്രോ തൃപ്പൂണിത്തറ റോയൽ റണ്ണേഴ്സിൻ്റെ പ്രതിനിധിയാണ്. ഇവരെല്ലാവരും നല്ല എണ്ണം പറഞ്ഞ ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് തന്നെയാണ് ഇന്ന് കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം. അപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബർത്ത്ഡേ ബോയ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ജേക്കബ് ബ്രോ ഒരു ഹാഫ് അയൺമാൻ ഡിസ്റ്റൻസ് ഫിനിഷ് ചെയ്ത് ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ സേവിയറിയേട്ടനുണ്ട് സാബു ചേട്ടൻ്റെ കൂടെ. സേവിയറിയേട്ടനാണ് 100 മൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു വോളിബോൾ പ്ലെയറാണ്. അപ്പോളോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ സാബു ചേട്ടനും സേവിയറിയേട്ടനൂടെ വളരെ വിചിത്രമായിട്ടുള്ള കോസ്റ്റ്യൂമിലൊക്കെ വന്ന് ഞങ്ങൾ അങ്ങനെ നേരെ റിസോർട്ടിലോട്ട് പോയി. ഇതാണ് ലേ ലീല റിസോർട്ട്. ഇതാണ് സാവുച്ചേൻ്റെ റിസോർട്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ആൾക്കാർ നമുക്ക് വേണ്ടി വെൽക്കം ഡ്രിങ്കും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ റിസോർട്ടിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സൂപ്പർ റിസോർട്ട്. ഇത് ജെറി ബ്രോ അദ്ദേഹം തന്നെ ഫസ്റ്റ് 42 കിലോമീറ്റർ ഫുൾ മാരത്തോൺ ഫിനിഷ് ചെയ്തു. നമുക്ക് റിസോർട്ടൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വേമ്പനാട് കായലിൻ്റെ തീരത്തിരിക്കുന്ന ലേ ലീല റിസോർട്ട്. ഞാനിവിടെ 3ാമത് പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. ഒരു ദിവസം ഡേ സ്പെൻഡ് ചെയ്തു, ഒരു ദിവസം ഫുൾ ഡേ ആൻഡ് നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് സാബു ചേട്ടൻ 50ാമത്തെ ബർത്ത്ഡേക്ക് 50 മൈൽ ഓടി ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത അന്നാണ്. അതിനുശേഷം ഞാൻ 3ാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന് മുമ്പ് ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു പകല് ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് എന്താണ്, ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയയിലോട്ട് ഞാൻ കയറുന്നില്ല. അവിടെ ഒന്നും കാര്യമായിട്ട് നമുക്ക് കാണിക്കാനുള്ളതില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസപ്ഷൻ ലോബിയും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഗസ്റ്റ് പോകുന്ന എൻട്രൻസ് ആണ്. ഒരു നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമ്മളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ കല്ലുകളൊക്കെ അടുക്കി വെച്ച് നല്ല രസകരമായിട്ടൊരു വനത്തിൽ കൂടെ പോകുന്ന പ്രതീതി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊരു 100 മീറ്റർ നടന്ന് വേണം നമ്മൾ ആ റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് എത്താൻ. ഇവിടുന്ന് അങ്ങോട്ട് ഈ കാടും ഇതുമൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോകും. കാര്യം വിശാലമായ വേമ്പനാട്ട് കായലിൻ്റെ വ്യൂവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ ഒരു ചെസ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ചെസ്സിൻ്റെ ഈ ഇതൊക്കെ കരുക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് ചെസ്സ് കളിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കളിച്ചിട്ടില്ല. വരുമ്പോൾ ഒക്കെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അങ്ങനെ മുന്നോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ചെറിയ ബിൽഡിങ്ങുകൾ, റിസോർട്ടിൻ്റെ ബിൽഡിങ്ങുകൾ കാണാം. ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. നേരെ പോയി കഴിയുമ്പോൾ അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂള്, വേമ്പനാട്ട് കായലിൻ്റെ സൈഡോട് ചേർന്നിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ. ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം സ്വിം ചെയ്തിട്ടുണ്ട്. ഈ നടന്നു വരുന്നതാണ് ഈ ഹോട്ടലിൻ്റെ GM നമ്മുടെ അനീഷ് ഭായ് ഇന്നും കൂടെ ഇവിടെ ജോലിയുള്ളൂ. അദ്ദേഹം ഇന്നുകൊണ്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് മാറുവാണ്. അദ്ദേഹത്തെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ടിനെ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്ക് നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ചീനവലകൾ കാണാം. ഇതാണ് സ്വിമ്മിംഗ് പൂൾ. അതിൻ്റെ ബാക്കി കാണുന്നതാണ് റൂംസ്. സൂപ്പർ ലക്ഷറീസ് ആയിട്ടുള്ള അടിപൊളി റൂംസാണ്. ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതല്ല, എന്തെല്ലാം ഇല്ലെന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് കയാക്കാണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് കയാക്കിംഗ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിശാലമായ വേമ്പനാട്ട് കായലിലേക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് കയാക്കുമായിട്ട് ഇറങ്ങിപ്പോകാം. ഇതൊരു ഊഞ്ഞാലാണ്. പുറത്തിരുന്ന് ഡൈനിങ് ആഗ്രഹമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഊഞ്ഞാലും അതുപോലെ തന്നെ പുറത്തിരുന്ന് കഴിക്കാനുള്ള സംഭവം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോട്ട് ജെട്ടി നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഇന്ന് ബർത്ത്ഡേ എൻജോയ് ചെയ്യാൻ പോകുന്ന സൂപ്പർ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ബോട്ട്. ഈ ബോട്ടിൻ്റെ ക്യാബിനാണ്, അതായത് ഓടിക്കുന്ന ആളിരിക്കുന്ന സ്ഥലമാണ് ആദ്യം കണ്ടത്. നമുക്ക് ഇതിനുള്ളിലേക്ക് ഒന്ന് പോകാം. വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതാണ് ഡൈനിങ് ഏരിയ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ഡ്രോയിങ് ഏരിയ പോലെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് ഇതിനുള്ളിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഇതിനകത്ത് റൂംസാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഫ്ലോർ കൊണ്ട് ഇത് തീരുന്നില്ല. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബോട്ടിലെ 4 സൈഡിലും ബാൽക്കണി പോലെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ സൂപ്പറായിട്ടുള്ള സെറ്റപ്പാണ്. ഇത് അടച്ചും തുറന്നു വിടാം. മഴ പെയ്യുമ്പോൾ വേണം നമുക്ക് അടച്ചിടാം. വിശാലമായ നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കണം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ റൂമുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. അതൊരു സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഭാവിയിൽ ഇനിയും പണിയുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് വീണ്ടും മുകളിൽ നിന്ന് നോക്കിയാൽ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ദൃശ്യഭംഗി. നല്ല അടിപൊളി കാറ്റാണ്. ചീനവലയും ഹൗസ് ബോട്ടുകളും ഒക്കെ നമുക്ക് നല്ല സുന്ദരമായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ റൂംസ് നമുക്കൊന്ന് കാണാം. ഇത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കാണുന്നതെല്ലാം നല്ല അടിപൊളി ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂമാണ്. ഒരു റൂം നമുക്കൊന്ന് തുറന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആകും റൂമിനെ കുറിച്ച് പറയുന്നത്. ഞാനിന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുറേ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് തുറന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ റൂമിൻ്റെ നമ്മുടെ വിൻഡോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ വ്യൂ ആണ്. ആ വിൻഡോ അടച്ചിടാനായിട്ടും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് ടോയ്ലറ്റും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളൊരു ഹോട്ടലിൽ കിട്ടുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റായിട്ടാണ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്നത്.
ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇവിടെ ഇതിനും നമുക്ക് ഫ്രണ്ട് ഏരിയയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. 10-50 പേർക്ക് ഇരുന്ന് സംസാരിക്കാനോ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനോ ഒരു ഗെറ്റ് ടുഗദർ നടത്താനോ ഒക്കെ ഉള്ള ഒരു സൗകര്യം, വിശാലമായൊരു സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഇത് ഫ്രണ്ടാണ്, ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. ഇത് കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സൈഡിലും, ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് പോയി ഇങ്ങനെ കാഴ്ചകൾ കാണാം. ഇത് നമ്മൾ മുമ്പ് കണ്ട ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനും സംസാരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ തന്നെ ഉണ്ട്. ഒരു സൈഡ് ഡൈനിങ് ഏരിയ, മറ്റൊരു സൈഡിൽ നമുക്ക് സോഫയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ സ്ക്രീനുള്ള TV ഉണ്ട്, മ്യൂസിക്കിനുള്ള സംവിധാനമുണ്ട്, മൈക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഞങ്ങളൊക്കെ കൊണ്ടുവന്ന ബാഗുകളൊക്കെ ഇവിടെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റായിരുന്നു നമ്മുടെ ചന്തുബായും ഫാമിലിയും. ചന്തുബായി നമ്മുടെ ഒരു അയൺമാനാണ്, ട്രയാത്ലോണിൽ ഒരു റെക്കോർഡുള്ള ആളാണ്. ആൾക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ആയതുകൊണ്ട് കുറച്ച് നാൾ റെസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ചന്തുബായും അഞ്ജു ചേച്ചി മോളും വന്നിട്ടുണ്ട്. അങ്ങനെ റൺ ഫിനിഷ് ചെയ്ത് ആദ്യം നമ്മുടെ ഹാരി ബ്രോയാണ്. ഹാരി ബ്രോയ്ക്ക് നമ്മളിങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തോണ്ടിരിക്കുവാണ്. ഹാരി ബ്രോ ചൂടായതുകൊണ്ട് എനിക്ക് നേരത്തെ ഓടി തീർന്നു. ചൂടായിരുന്നു അല്ലേ? നല്ല ചൂട്, നല്ല ചൂട്, നല്ല ചൂട്. അതാ മഴ പെയ്തുകൊണ്ടായിരിക്കും അല്ലേ? ഇനി ബാലൻസ് ഉള്ള ടീം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ സാബുച്ചേട്ടൻ ആൻഡ് ടീം ബാക്കിയുള്ളവരെല്ലാം കൂടെ ഓട്ടം ഫിനിഷ് ചെയ്യുന്നു. 52ാമത്തെ ബർത്ത്ഡേക്ക് 52 കിലോമീറ്റർ ഓടിയത് സാബുച്ചേട്ടൻ തൻ്റെ 4ാമത് വർഷവും ബർത്ത്ഡേക്ക് അതേ സമാനമായിട്ടുള്ള ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തു. 50-ന് മാത്രം 50 മൈലാണ് ഓടിയത്. എല്ലാ ആൾക്കാരും വന്നു. ദിലീപ് ബ്രോ വന്നു, പാർവതി വന്നു, ചോട്ടുബായി വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓട്ടത്തിൽ ഏക സ്ത്രീ സാന്നിധ്യമായിരുന്നു നമ്മുടെ അൾട്രാ റണ്ണറും തൃപ്പൂണിത്തറ റോയൽ റണ്ണേഴ്സിൻ്റെ പോരാളിയുമായ നമ്മുടെ പാർവതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സാബു സാറിൻ്റെ 52nd ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു റൺ നടത്തിയതാണ്. ഫ്രം തൃപ്പൂണിത്തറ ടു അദ്ദേഹത്തിൻ്റെ റിസോർട്ട് മുഹമ്മയിലെ ലേനിയിലെ വരെ ഒരു 52 കിലോമീറ്റേഴ്സ് ചെയ്യാൻ സാധിച്ചതിലും ഇതിനൊരു അവസരം വന്നതിലും ഫസ്റ്റ് ഓഫ് ഓൾ വെരി ബിഗ് താങ്ക് യു ടു സാബു സാർ. പിന്നെ സച്ച് എ വണ്ടർഫുൾ സപ്പോർട്ടിംഗ് ടീമായിരുന്നു. ബിനീഷ് ബ്രോ, അരുൺ ബ്രോ, എന്നെ പൊക്കി പറയാനില്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ പോയി 52 കിലോമീറ്റർ പോയല്ലേ? ബർത്ത്ഡേ ഓൾറെഡി 7-ാം തീയതി ആയിരുന്നില്ലേ? ആ, അതപ്പോ ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് എല്ലാവരുടെയും സൗകര്യം വെച്ച് നമ്മൾ വെച്ചതല്ലേ ഈ 9-ാം തീയതി. എല്ലാവരും നിങ്ങളെല്ലാം ഒന്ന് ഒത്തു കിട്ടണം. 10-ാം തീയതി പ്രത്യേകിച്ച് സന്തോഷമൊക്കെ വർക്കിംഗ് മാൻ. അപ്പോൾ സന്തോഷമൊക്കെ ഇല്ലാതെ ഒരു ഓട്ടം ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 4ാമത്തെ പ്രാവശ്യമാണല്ലോ. 4ാമത്തെ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഓരോ ഓട്ടം ഒന്നിനൊന്നും മെച്ചമായിട്ടാണ്. കാരണം ഓരോ കിലോമീറ്റർ കൂടുവാണ്. അതെ അതെ അതെ. പക്ഷെ 50 ബർത്ത്ഡേ 50ാമത്തെ ബർത്ത്ഡേക്ക് 50 മൈലായിരുന്നു. 50 മൈൽ 85 കിലോമീറ്റർ. ഒരു സ്പെഷ്യലാണല്ലോ, ഒരു ഹാഫ് സെഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എനിക്ക് നേരത്തെ വന്നപ്പോഴത്തേക്ക് ഈ ബോട്ടിന്റെ പണി തീർന്നിട്ടില്ലായിരുന്നു. ഇതിനകത്ത് കയറിയതേ ഉള്ളൂ, പണി കുറച്ച് നടക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നമ്മള് വേമ്പനാട്ട് കായലിന്റെ കാറ്റൊക്കെ ഏറ്റുന്ന് റിലാക്സ് ചെയ്യാൻ പോകണം. കുട്ടനാട്ടിലെ കള്ളു ഈ ഓട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള എന്റർടൈൻമെന്റ് ആണ്. അതെ, അതെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഒന്നുമില്ല. അത് എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ ആക്ടിവിറ്റീസും സാധാരണ രീതിയിലുള്ള പറഞ്ഞ പോലെ കുട്ടനാട്ടിൽ കണ്ട് ഫുഡ് എല്ലാം ഉണ്ട്. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പ്ലസ് ഈവനിങ് ഒരു നമ്മുടെ മറ്റേ പല ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്. അവരെല്ലാം കൂടി തകർക്കും. കുറേ ആൾക്കാർ ഇവിടെ ബാൽക്കണി വന്ന് ഓട്ടത്തിന് ശേഷമുള്ള സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു. അങ്ങനെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി കുത്തരി ചോറുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് അവിയലുണ്ട്, സൂപ്പർ അവിയലുണ്ട്. അവിയലിൻ്റെ കൂടെ നമുക്ക് പിന്നുള്ളത് നമുക്ക് നല്ല സൂപ്പർ ചെമ്മീൻ കറിയാണ്, മാങ്ങായിട്ട് ചെമ്മീൻ കറി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചതിൻ്റെ ടേസ്റ്റ് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് സൈഡായിട്ട് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് മോരുകറിയുണ്ട്, സലാഡ് ഉണ്ട്, അതുപോലെ തന്നെ 1-2 ടൈപ്പ് സലാഡുകളുണ്ട്. അതുകൂടാതെ അച്ചാറുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ബാൽക്കണിയിലേക്ക് പോയിട്ട് ആ വേമ്പനാട് കായലിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ ആസ്വദിച്ചു. പതിയെ ഹൗസ് ബോട്ടുകളൊക്കെ വേമ്പനാട്ട് കായലിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കുറച്ച് ആൾക്കാർ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ആയി ബോട്ടിനകത്ത് തന്നെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുളിച്ച് റെഡിയാകാനായിട്ടൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ പതിയെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള പ്ലാനിലാണ്. ഇനി വൈകുന്നേരം ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ്, ഒരു 10ഓളം ഫ്രണ്ട്സ് വേറെ വരും. അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹൗസ് ബോട്ടൊക്കെ വരുന്ന ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്കും പതിയെ വിശക്കാൻ തുടങ്ങി. ഞാൻ പതിയെ താഴോട്ട് പോയി കഴിച്ച ആൾക്കാരുടെയൊക്കെ അഭിപ്രായമോടെ കേൾക്കാമെന്ന് വെച്ചു. അങ്ങനെ അഞ്ജു ചേച്ചിയോട് ചോദിക്കാം.
എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്നോട് ചേച്ചി വളരെ സെലക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് ചോദിച്ചത്. അച്ചാറാണ് ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക്, അച്ചാറാ ഇഷ്ടപ്പെട്ടു. ജഗ്ഗുബായി നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ചന്തുബായിയോട് ചോദിക്കട്ടെ. ചന്തുബായി, എല്ലാവരോടും ചോദിക്കാൻ പറ്റത്തില്ല, വലിയ വിഷയമാണ്. എങ്ങനെയുണ്ട് ബ്രോ ഫുഡൊക്കെ? നിങ്ങൾ വെജിറ്റേറിയനാണോ? എന്തോ ഇഷ്ടപ്പെട്ട എന്തോ ആണല്ലേ? പോളേട്ട മോളില. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തി ഈ 52 കിലോമീറ്റർ ഓടി പൂർത്തിയാക്കി കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ബോട്ട് സെറ്റ് അല്ലായിരുന്നു അല്ലേ? നമ്മൾ ബോട്ടിൽ ഫുഡ് കഴിച്ചായിരുന്നു, പക്ഷെ ബോട്ട് വെള്ളത്തിൽ അങ്ങനെ ഓടണ്ടായില്ല. ഇപ്പൊ ഓടുന്ന സെറ്റപ്പില്ല, സത്യം പറഞ്ഞ ഒരു കപ്പല് പോലെ ഉണ്ടല്ലേ? എല്ലാ സൗകര്യവും, കുറെ അധികം സ്യൂട്ട്സ് ഉണ്ട്, നല്ലൊരു കോൺഫറൻസ് ഹോൾ ഉണ്ട്. നമ്മുടെ ഓട്ടം ഒക്കെ എങ്ങനെ ഉണ്ട് അതിനെ കുറിച്ചുകൂടെ പറ. ഓട്ടം സൂപ്പർ ആയിരുന്നു. ഭയങ്കര ചിരിയാ കേട്ടോ. പിന്നെ നല്ലൊരു മഴയും കിട്ടി. ജഗ്ഗുബായിയുടെ കുറെ മാസ് ഡയലോഗ്സ്. ഒരു ഡയലോഗ് പറ ജഗ്ഗുബായി. അങ്ങനെ ഞാനും കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ചന്തുവായിട്ട് ചെറിയ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എക്കോ ഇട്ട് സംസാരിക്കുന്ന പരിപാടിയാണ്. യാത്രയാകുന്ന പൊള്ളേട്ടന് എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും റെസ്റ്റ് എടുക്കാനൊക്കെ പോയി. ഇനി വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടി എല്ലാവരും നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും പായസവും ഐസ്ക്രീമും ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല സൂപ്പർ പായസമായിരുന്നു. അങ്ങനെ കേക്ക് വന്നു. വൈകുന്നേരമായി. കുറച്ച് ആൾക്കാർ ചന്തുവായിയൊക്കെ തിരിച്ചു പോയി. കുറച്ച് ആൾക്കാർ ഉറങ്ങി എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് വന്നു. ഓട്ടത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി. അങ്ങനെ ഇതാണ് സാബുച്ചേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. ബർത്ത്ഡേ കേക്ക് എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡോക്ടർ ആൻ്റണി, അതുപോലെ തന്നെ നമ്മുടെ സേവിച്ചൻ, അവരുടെ ഒരു ഗ്യാങ് കൂടെ വന്നിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. രാജീവേട്ടൻ അവിടെ പോയി നിന്നിട്ട് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഇട്ടിട്ട് വേണം കേക്ക് മുറിക്കാനായിട്ട്. അങ്ങനെ സാബുച്ചേട്ടൻ്റെ 52ാമത്തെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും കൂടെ തയ്യാറെടുക്കുവാണ്. നമുക്ക് ആ ആംബിയൻസും ആ ബഹളവും മേളവും ഒക്കെ കേൾക്കാം. ഞാൻ എൻ്റെ സംസാരം നിർത്തുവാണ്. ഇനിയും ബാക്കി അവിടുത്തെ ഓൺ ആംബിയൻസ് നമുക്ക് കേൾക്കാം. എല്ലാവരുടെയും പ്രസൻസിൽ ഈ 52ാമത്തെ ബർത്ത്ഡേ അങ്ങനെ ഓരോ വർഷവും 4ാമത്തെ എഡീഷനാണ്. 49 തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി അങ്ങനെ കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം സാബുച്ചേട്ടൻ്റെ അവിടുത്തെ ലേലിയിലെ സ്റ്റാഫ് എല്ലാം പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും ഒക്കെ വന്നു. അത് അനീഷ് ഭായ് സാബുച്ചേട്ടൻ ബൊക്കെ കൊടുക്കുന്നു. 5 വർഷം അനീഷ് ഭായ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അനീഷ് ഭായ് ഇപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പോവുകയാണെന്ന്. അപ്പോൾ അനീഷ് ഭായ്ക്ക് താങ്ക്സ് ഒക്കെ പറയുകയും അവർ തമ്മിലുള്ളൊരു സംസാരമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അനീഷ് ഭായ് സാബുച്ചേട്ടനെ കുറിച്ചും അവരുടെ ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇന്ന് പുള്ളിയുടെ ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് വേണ്ടി ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്താ. ഞാനിന്ന് സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് പുള്ളി ഇന്ന് എനിക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്താ.
പിന്നെ അനീഷ് എന്നും നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ആയിട്ട് എത്ര വർഷമാണ് എന്നും എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ പുള്ളിനെ വിളിച്ചാൽ അപ്പോൾ പുള്ളി വരും. തീർച്ചയായും സാറിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചാൾ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തിരിച്ച് ഈ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോവാം. എല്ലാവരും അനീഷിനെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. അനീഷ് ബ്രോ അടിപൊളിയാണ്. അനീഷ് ബ്രോ അടിപൊളിയാണ്. ഒന്നും അടിപൊളിയായി. ഞാൻ ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ചെറിയൊരു ബ്രേക്ക്. സപ്പോർട്ട് എനിക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടിയത് ഏറ്റവും വലിയ സപ്പോർട്ടാണ് സാറിന് ഡയറക്ടർ എനിക്ക് കിട്ടിയത്. ഇത്രയും നാൾ 5 years ആയി സംസ്ഥാനം കൂടെ, 15 വർഷമായി EVL ഗ്രൂപ്പിൻ്റെ കൂടെ സംസ്ഥാന ബ്രദേഴ്സിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഐ മീൻ അതുപോലെ ഒരിക്കലും ഒരാൾക്ക് കിട്ടില്ല. വൺ ഓഫ് അവരുടെ ഒരു ബ്രദർ എന്നുള്ള പോലെ തന്നെയാണ് ഒരു ഫാമിലി മെമ്പർ എന്നുള്ള പോലെ. താങ്ക് യു ബ്രോ, താങ്ക് യു. All the best, huh?